കേരളത്തിൽ സമ്പൂർണ്ണ വികസനം നടത്തിയത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദേശത്തിരിക്കുന്ന പിണറായി വിജയന് മനസ്സിലാകണം ഇവിടെ ബി.ജെ.പി സമ്മേളനം നടക്കുന്നുവെന്ന്. ഉച്ചത്തിൽ ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം വിളിക്കണമെന്ന് അമിത്ഷാ പറഞ്ഞു. പ്രണീണ രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വികസനമായിരിക്കും ബി.ജെ.പി നടത്തുക. ബി.ജെ.പിയുടെ ലക്ഷ്യം വികസിത കേരളമാണ്. കേരളത്തിലെ ജനങ്ങൾ എൽ.ഡി.എഫിനും യു.ഡി.എഫിനും അവസരം നൽകി. എന്നാൽ അവർ തിരികെയൊന്നും നൽകിയില്ല. നൽകിയത് അക്രമ രാഷ്ട്രീയം മാത്രം എന്നും അദ്ദേഹം വിമർശിച്ചു. കേരളത്തിലെ മതതീവ്രവാദത്തെ ഇല്ലാതാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. PFIയെ ഇല്ലാതാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ സമയമായിരിക്കുന്നു. തമിഴ്നാട്ടിലും ബി.ജെ.പി സർക്കാർ ഉണ്ടാകും. 2014-ൽ 11%, 19-ൽ 16%, 2020-ൽ 20% വോട്ട് നൽകി. 2026-ൽ കേരളം NDA സർക്കാർ ഭരിക്കും. LDF സർക്കാർ അഴിമതിയിൽ മുങ്ങി. സഹകരണ ബാങ്ക്, എക്സാലോജിക്, PPE കിറ്റ്, സ്വർണ്ണക്കടത്ത് അഴിമതി, അങ്ങനെ നീളുന്നു അഴിമതി. അഴിമതിയുടെ കാര്യത്തിൽ LDF, UDF ഒറ്റക്കെട്ട്. NDA സർക്കാരിന് നേരെ ഒരു അഴിമതി ആരോപണം പോലും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ സമ്പൂർണ്ണ വികസനം നടത്തിയത് നരേന്ദ്രമോദി സർക്കാരാണ്. UPA സർക്കാരിനേക്കാൾ ഇരട്ടി കോടിയുടെ വികസനമാണ് രാജ്യത്ത് നടത്തിയതെന്നും അമിത്ഷാ വ്യക്തമാക്കി.